എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തു വന്ന 2 ക്രിക്കറ്റ് അപ്ഡേറ്റ്സുകൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് T20 റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ICC T20 ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ലെഗ് സ്പിന്നർ രവി ബിഷ്ണോയ്. അടുത്തിടെ കഴിഞ്ഞ ഓസ്ട്രേലിയയ്ക്കെതിരായ പരമ്പരയിലെ മിന്നും പ്രകടനമാണ് താരത്തിന് നേട്ടമായത്. പരമ്പരയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ബിഷ്ണോയിയാണ്. 699 റേറ്റിംഗ് ആണ് ബിഷ്ണോയ്ക്കുള്ളത്. ബൗളർമാരിൽ അഫ്ഗാൻ സ്പിന്നർ റാഷിദ് ഖാനാണ് രണ്ടാമത്. ശ്രീലങ്കൻ സ്പിന്നർ വാനിന്ദു ഹസരംഗയാണ് മൂന്നാമതുള്ളത്. T20 ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ സൂര്യകുമാർ യാദവാണ് ഒന്നാമത്. 855 റേറ്റിംഗ് ആണ് താരത്തിനുള്ളത്. 787 റേറ്റിംഗുമായി പാക് വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഹമ്മദ് റിസ്വാനാണ് രണ്ടാമത്. നേരത്തെ ഓസ്ട്രേലിയയ്ക്കെതിരായ T20 പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയത് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലാണ്. ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ 5 സ്ഥാനം മെച്ചപ്പെടുത്തി സഞ്ജു സാംസൺ മുന്നോട്ട് കുതിച്ചു. അടുത്ത അപ്ഡേറ്റ് മുഹമ്മദ് ഷമിയുമായി ബന്ധപ്പെട്ടതാണ്. IPLന്റെ ട്രേഡ് വിൻഡോയിൽ ഇത്തവണ എല്ലാവരെയും ഞെട്ടിച്ച കൂടുമാറ്റമായിരുന്നു ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടേത്. ഗുജറാത്ത് ടൈറ്റൻസ് ടീമിന്റെ ക്യാപ്റ്റനും നെടുംതൂണുമായിരുന്ന ഹാർദിക് മുൻ ഫ്രാഞ്ചൈസിയായ മുംബൈ ഇന്ത്യൻസിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് CEO. പേസ് ബൗളിംഗിൽ ടീമിന്റെ കുന്തമുനയായ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് ഷമിയെ നിയമവിരുദ്ധമായി തട്ടിയെടുക്കാൻ ഒരു ടീം ശ്രമിച്ചുവെന്നാണ് CEO അർവീന്ദർ സിംഗ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഷമിയെ വാങ്ങാൻ ടീം മാനേജ്മെന്റിനെ നേരിട്ടല്ല സമീപിച്ചതെന്നും മറിച്ച് കോച്ചിംഗ് സ്റ്റാഫ് വഴിയാണ് രഹസ്യ നീക്കം നടത്തിയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഈ നീക്കം IPL നിയമാവലിയുടെ ലംഘനത്തിൽ പെടുന്നതാണെന്നും അർവീന്ദർ സിംഗ് തുറന്നടിച്ചു. ടീം മാനേജ്മെന്റ് അറിയാതെ വളരെ രഹസ്യമായി ഷമിയെ ടീമിൽ നിന്നും കൈക്കലാക്കാനുള്ള നീക്കമാണ് ആ ഫ്രാഞ്ചൈസി നടത്തിയതെന്നും അർവീന്ദർ സിംഗ് വ്യക്തമാക്കി. പക്ഷേ ഷമിക്ക് വേണ്ടി രഹസ്യനീക്കം നടത്തിയ ഫ്രാഞ്ചൈസി ഏതാണെന്ന് മാത്രം വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. എന്നിരുന്നാലും ഷമിയെ ചെന്നൈ, മുംബൈ എന്നീ ടീമുകൾ നോട്ടമിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.